ഒത്തിരി വെറൈറ്റി ഓർണമെന്റ്സ് ഉണ്ടല്ലോ. ഇത് കണ്ടോ, സ്പെഷ്യൽ മേക്കാ. കോയമ്പത്തൂരുള്ള തത്താനെ കൊണ്ട് പ്രത്യേകം പറഞ്ഞു ചെയ്യിച്ചതാ. നോക്കിയേ, ഫെന്റാസ്റ്റിക്. ഇതുപോലൊന്ന് എനിക്ക് വാങ്ങണം. ലോകം മൊത്തം കറങ്ങി നടക്കുന്ന ആളാ, എന്നിട്ടും സെലക്ഷൻ സെൻസ് ലെവൽ ഏശില്ല അദ്ദേഹത്തിന്. അതെനിക്ക് നിങ്ങളെ ആദ്യം കണ്ടപ്പോഴേ മനസ്സിലായി. മോളെന്താ ഒന്നും മിണ്ടാത്തെ? ഓ, ഇവള് ഭയങ്കര റിസർവ്ഡാ. ആ ദേ, മോക്ക് ഇത് നന്നായി ചേരും. നോക്കിയേ, അസലായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ബോംബെ വേണ്ടി ഒന്നും വാങ്ങാൻ കഴിഞ്ഞില്ല. ഇപ്രാവശ്യം അദ്ദേഹം പോകുമ്പോ തന്നെ ഒന്ന് വാങ്ങാൻ പറയണം. ഇതൊക്കെ ബോംബെന്ന് വാങ്ങുന്നതിനേക്കാൾ നല്ലത് കോയമ്പത്തൂരുള്ള തത്താനെ കൊണ്ട് പറഞ്ഞു ചെയ്യിക്കുന്നതാ. ഞാൻ വേണ്ട, ഏർപ്പാട് ചെയ്ത് തരാം. 10 പവൻ കാണണം. നിക്ക് ഞാൻ കണ്ടു. എന്നിട്ട് എന്റെ കണ്ണ് വെട്ടിച്ച് മുങ്ങാന്ന് കരുതിയോ? ഇവിടെ പ്രത്യേകിച്ച് ഗസ്റ്റ് ആരുമില്ല. കേരള അകത്തോട്ട് വാ. വെറുതെ ഞാനൊന്ന് ഞെട്ടി. എന്താ ഞെട്ടിയത്? ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വരാറുണ്ട്. സെക്കൻഡ് വേൾഡ് വാറിൽ വെച്ചിട്ട് വരൂ. ഇത്ര ധൃതിയോ? ഇങ്ങോട്ട് വാന്നേ. മിസ്റ്റർ കേണൽ ഒന്നും മിണ്ടാതെ തിരിച്ചു പോവാൻ പുറപ്പെട്ടതാ. ഞാൻ പിടിച്ച് കയറ്റി. അയ്യോ പാവം. മിസ്റ്റർ കേണൽ കളി കാണാറില്ലല്ലേ? ഉണ്ട്, പക്ഷെ ക്രേസ് ഇല്ല. ഇതൊന്നും ആസ്വദിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലെങ്കിൽ പിന്നെ എന്തോന്ന് ജീവിതം? വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ക്രിക്കറ്റ്? ഡെഫിനേഷനോ? അതെ, ദിനേശിന് അറിയോ? ഇല്ല. ഞാൻ പറയട്ടെ. 22 fools are playing and 22,000 fools are watching. മിടുക്കി. ഞാൻ പോട്ടെ. നിൽക്കൂ മിസ്റ്റർ കേണൽ. ആ 20,000 ഫൂൾസിൽ ഒരാൾ എന്റെ മോൻ ദിനേശ്. ഓഹോ, കൺഗ്രാറ്റുലേഷൻസ്. ഈ കമ്പം പിടിച്ചിട്ട് നടപ്പല്ലാതെ ഇവനെ കൊണ്ട് ഒരു വയക്കും കൊള്ളില്ല എന്റെ കേണൽ. കല്യാണം കഴിക്കാനുള്ള പ്രായമൊക്കെ ആയല്ലോ. അതെ, ഒരു ഉത്തരവാദിത്വമൊക്കെ വരണമെങ്കിൽ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം. അങ്ങനെയുള്ള തീരുമാനിച്ചാ ഞങ്ങൾ ഇപ്പോ. ശുഭകാര്യം പറഞ്ഞു തുടങ്ങിയപ്പോഴേ ഗോപാൽജി എത്തി. ഇരിക്കൂ ഗോപാൽജി. ഞാൻ പോട്ടെ. ഇരിക്കൂ മിസ്റ്റർ കേണൽ. ഇനി വളച്ചുകെട്ടില്ലാത്ത കാര്യത്തിലേക്ക് കിടക്കാം. നിങ്ങളുടെ മോളെ അങ്ങ് തരൂ, എന്റെ മോന് വേണ്ടി. എനിക്കിഷ്ടം. അത് ഒരല്പം ക്രിക്കറ്റ് ചോരണ്ടെന്നുള്ളൂ, വേറെ അവന് ഒരു കുഴപ്പമില്ല. അത് ശരിയാവില്ല. എന്റെ മോൻ എന്താ ഒരു കുറവ്? ഈ കാണുന്ന സർവസ്വത്തിന് പാതി ഇവനാ. എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞില്ലേ? വാടി. ഓടി. ഇവിടെ പറഞ്ഞതാ, പോടി. അയാളുടെ മോക്കണ്ട തലക്കൂറ്റും കൊമ്പുണ്ടോ? മോൻ വിഷമിക്കണ്ട. നമുക്ക് നല്ലൊരു കുടുംബത്തിൽ നിന്ന് ഒരു വനിതാ ക്രിക്കറ്റുകാരിയെ തന്നെ ഒപ്പിക്കാം. എന്ത് പറ്റി? ബെഡ്റൂമിൽ വെച്ചിട്ട് എന്റെ നെക്ലസ് കാണുന്നില്ല. ഞാൻ ഇറങ്ങട്ടെ. നീ അവിടെ നോക്കിയോ? എന്നെ നോക്കണ്ട, എനിക്കറിയാം അടുത്ത ആരാന്ന്. ഞാനല്ല. പിന്നെ ചന്ദ്രോദയ. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. അവരിവിടെ വന്നുള്ളൊരു ഏക സാക്ഷി നിങ്ങളാണ്. നീ പോലീസിനെ വിളിക്കും. അല്ല, എന്തിനാ മിണ്ടുമ്പോ പോലീസിനെ വിളിക്കുന്നത്? നമുക്കിത് പറഞ്ഞു തീർക്കാം. വേണ്ട, തൊണ്ടി സഹിതം അവളെ പിടിക്കുന്നത് എനിക്ക് കാണണം. നായരല്ല മെനൻ. ഞാൻ പോണു. അയ്യോ പോലെ ഇത്തിരി കഴിഞ്ഞു പോവാൻ കേണൽ. നിൽക്കണം. നിങ്ങൾ കേണൽ ആർക്കെ? ഓ കേണൽ, ഞാനത് മറന്നു. സോറി. ആരുടെ നെക്ലസാ മോഷണം പോയത്? എന്റെയാ. എവിടെ വെച്ചാ പോയത്? മുറിക്കകത്ത് വെച്ച്. നിങ്ങൾ ആ മുറിയിലുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. ഓഹോ, നിങ്ങൾ ആ മുറിയിൽ ഉണ്ടായിരിക്കെ മോഷണം നടക്കണമെങ്കിൽ മോഷ്ടാവ് ജനാലയിലൂടെ ആയിരിക്കണം കൃത്യം നിർവഹിച്ചിട്ടുള്ളത്. ഇത്ര കൃത്യമായിട്ട് എങ്ങനെ പറയാൻ കഴിഞ്ഞു? കള്ളന്റെ സൈക്കോളജി പഠിച്ചാലല്ലേ കേണൽ ഈ യൂണിഫോം ഇടാൻ പറ്റൂ. കമോൺ, വരൂ. എന്നാ വരട്ടെ? വന്നോളൂ. അല്ല, ഞാൻ പോട്ടെ. പോകാൻ വരട്ടെ. നിങ്ങളും വരൂ. ഏതാണ് മോഷണം പോയ ജനൽ? ജനലല്ല സാർ, മാലയാണ്. അതെ, മാല. മാല എവിടെ? അല്ല, ജനൽ എവിടെ? അതാണ്. ഓ, വീടിക്കുറ്റി. ആ എവിഡൻസ് കിടക്കൂ. ദിനേശ്, ഞാനിവിടെ ഉണ്ട് സാർ. താൻ ബീഡി വലിക്കോ? ഇല്ല സാർ. എന്നാ കള്ളൻ ആ ശീലമുണ്ട്. ഒരു ബീഡി തരൂ. നമുക്ക് നമ്മുടെ പഴയ ബ്രാൻഡ് തരൂ. അതെ. ഇതെടുത്ത് ആരാന്ന് എനിക്കറിയാം. അറിയാമെങ്കിൽ പിന്നെ ഞങ്ങളുടെ ആവശ്യമില്ലല്ലോ. ആരാ കട്ടത്? അപ്പുറത്തെ വീട്ടിലെ ചന്ദ്രവതിയാ. അവര് വലിക്കോ? വലിക്കുമെന്നൊന്നും എനിക്കറിയില്ല. കട്ടത് അവരാ, അതെനിക്ക് ഉറപ്പാ. എങ്കിൽ അങ്ങോട്ട് മൂവ് ചെയ്യാം. അതുകൊള്ളാം. ഇപ്പൊ ഞാൻ കയറി ഉടക്കിയതായി കുറ്റം. പിന്നെ ഞാൻ എന്തോ വേണം? 1-2 മാസം മാത്രം മകളായിട്ട് കൂടെ താമസിക്കാൻ വന്ന ഇവളെ കെട്ടിച്ചു തരാമെന്ന് പറയണം. നിങ്ങൾ ആരെങ്കിലും ബീഡി വലിക്കോ? എന്താ സാർ കാര്യം? വലിക്കോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം മാത്രം പറഞ്ഞാൽ മതി. ഇല്ല. ഈ ഏരിയയിൽ വേറെ ആര് വലിക്കും? എന്താ സാറേ പ്രശ്നം? ഇവരുടെ ഒരു നെക്ലേസ് മോഷണം പോയിട്ടുണ്ട്. അത് കട്ട കള്ളനെ പിടികൂടാൻ വന്നതാ. അതിനെവിടെ ആര് കട്ടു? നിങ്ങൾ എന്ന് ഇവര് പറയുന്നു. എനിക്ക് ഉറപ്പാണ് സാർ. എന്തായാലും എനിക്ക് ഈ വീടൊന്ന് സെർച്ച് ചെയ്യണം. സെർച്ച്.
നിങ്ങളെ ഞാൻ ഇറങ്ങുന്നു, എനിക്ക് ധൃതിയുണ്ട്. എങ്കിൽ ആദ്യം ഇദ്ദേഹത്തെ സെർച്ച് ചെയ്യൂ. എന്നാ ധൃതിയില്ല. എങ്കിൽ അദ്ദേഹത്തെ സെർച്ച് ചെയ്യൂ. പെണ്ണുങ്ങളെയും സാറ് തന്നെയാണ് സെർച്ച് ചെയ്യുന്നത്. ആണെങ്കിൽ അല്ല, ഒന്നുമില്ല സാർ. ഇവിടെ കുടുക്കി തടി രക്ഷപ്പെടുത്താം. ഇനി ആ സ്ത്രീകളെല്ലാം ഇങ്ങോട്ടൊന്ന് മാറിയുന്നേ. താങ്കൾ എങ്ങോട്ട് പോകുന്നു? എനിക്ക് 6:30 ഒരു മരുന്ന് കഴിക്കാനുണ്ട്. ഓഹോ, അതിനിപ്പോ 1:30 ആയുള്ളൂ. സോറി. അപ്പോ മാല നിങ്ങൾ എടുത്തിട്ടില്ലല്ലേ? ഇല്ല. നിങ്ങളുടെ ദേഹത്ത് നിന്ന് ഞാനത് കണ്ടെടുത്താൽ വനിതാ പോലീസിന്റെ സഹായമില്ലാതെ പരിശോധിക്കാനൊരു അടവ് അല്ലേ? ഇങ്ങോട്ട് എഴുതിക്കടി. പേരും കള്ളി. എന്റെ അമ്മയ്ക്ക് കക്കുന്ന ശീലമില്ല. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പറന്നു വന്നിരുന്നാണോ നെക്ലേസ്? കള്ളി. എന്റെ ഭാര്യയെ കള്ളിന്ന് വിളിച്ചാലുണ്ടല്ലോ. കള്ളി പിന്നെ പുള്ളി വിളിക്കാൻ പറ്റും. ദോ, എന്റെ സ്വഭാവം എനിക്ക് ശരിക്കും അറിയില്ല. ഇപ്പൊ മനസ്സിലായി, കള്ളി. മനോൻ, ഗോപാൽജി എന്താ ഇത്? അന്തസ്സുള്ള രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ഇങ്ങനെ സംസ്കാരമില്ലാതെ പെരുമാറിയാൽ ഈ കോളനി മുഴുവൻ അറിയും. ഇൻസ്പെക്ടർ സാർ, ഇതൊരു കേസ് ആക്കണ്ട. ഈ കോളനി മുഴുവൻ ബാഡ് സ്മെല്ലാവും. ചിലപ്പോ നെക്ലേസ് മുടിയിൽ ഉടക്കി പോന്നതാവാം. തന്നെയുമല്ല, ഈ സ്വർണവും മുടിയും തമ്മിൽ ഒരു കാന്തിക ശക്തി. അങ്ങനെ വരാൻ സാധ്യതയില്ല കേണൽ. ഓഹോ, എനിക്കും ഈ മോഷണത്തിൽ അത്ര വിശ്വാസം കറക്റ്റ്. യഥാർത്ഥ പ്രതി വേറെ ആരുമാണ്. കള്ളൻ കപ്പലിൽ തന്നെ കൊണ്ടുപോകുന്നൊരു ഡൗട്ട്. ഒരു ബീഡി വലിക്കാൻ. എന്തായാലും ഞാൻ അവനെ പൊക്കും. എടി, ഇതിന്റെ പേര് നിന്റെ സെക്രട്ടറി സ്ഥാനം ഞങ്ങൾ തെറിപ്പിക്കും. നീ എന്നെ ഒരു ചുക്ക് ചെയ്യില്ലടി. എങ്കിൽ അസോസിയേഷൻ മീറ്റിംഗ് വെച്ച് കാണാം. കാണാം കാണാം കാണാം. പോടി വാടി. ഒരു വേൾഡ് വാറിന് സാധ്യത കാണുന്നു. ഒന്ന് ഹാൻഡിൽ ചെയ്തേ. കുഴിയിൽ അടക്കണതിന് മുമ്പ് നിന്റെ അപ്പന്റെ ശവം കാണാനുള്ള പാച്ചിലാ. എടോ, ഇത് വണ്ടി പോകേണ്ട റോഡാ. ഇത് പിന്നെ വണ്ടി അല്ലാതെ? എടി കൊച്ചേ, ഞങ്ങളും ടാക്സ് എടുത്തിട്ട് തന്നെ വണ്ടി ഓടിക്കുന്നത്, അല്ലാതെ നിന്റെ തന്തയുടെ വഴി കൂടല്ല. നീ എന്ത് പറഞ്ഞടാ? ഗാതെ വേണ്ട, നീ ചുമ്മാ ഇരിടി. ഇവനെ അങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. കൺട്രോൾ. എന്താ മാഡം പ്രശ്നം? പ്രശ്നം മനസ്സിലായില്ലേ? അല്ല എന്തിരിപ്പാ, വണ്ടി വഴി കേടായത് നമ്മുടെ കുറ്റ. ഇപ്പം പ്രശ്നം മനസ്സിലായില്ലേ? എന്റെ വണ്ടിക്ക് ചെറിയൊരു അത് പ്രോബ്ലം. സൈഡിലേക്ക് മാറ്റടോ. അത് കറക്റ്റ്. എടാ എന്റെപ്പാ, ഇത്രയും കാശ് മുടക്കി വാങ്ങിച്ച വണ്ടി വരുമ്പോ നമ്മുടെ ചക്രാ വണ്ടി മുമ്പിൽ കൊണ്ടിടുന്ന മോശമല്ലേ? അത് ശരിയാ. ചേച്ചി സോറി, മാടങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് തള്ളി തരുമോ? ഫുൾ ലോഡാണേ, അതുകൊണ്ടാ. താനെന്താ കളിയാക്ക? ഒരിക്കലുമല്ല. കാര്യം ഏത് കളി ഏതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത മാഡത്തിനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അല്ല, ഈ ഓട്ടോറിക്ഷയുടെ എഞ്ചിൻ പടി അറിയോ? എടോ, തന്നെ ഞാൻ എന്റെപ്പോ വണ്ടി പിണങ്ങിയാ നന്നാക്കി എടുക്കാം, പെണ്ണ് പിണങ്ങിയാ സംഗതി കുടയും. നീ പോയി വണ്ടി സ്റ്റാർട്ടാവും നോക്ക്. അത് വേണോ? വേണം, അല്ലെങ്കിൽ ആ ടോക്കിയോ നഗറുകാർ മീറ്റിംഗ് കൂടി ക്ഷീണിച്ച് പട്ടിണി കിടക്കേണ്ടി വരും. അവർക്കുള്ള ഫുഡാണേ. ചന്ദ്രപ്പോ, സംഗതി ഒത്ത് വാ, അത് കേറി. ഇവളൊക്കെ എവിടുന്ന് കയറും പൊട്ടിച്ച് വന്നു? മനസ്സിലായില്ലേ? ആ മേനോന്റെ ഊട്ടി പഠിക്കുന്ന മോളാവള്. അത് ശരി, എങ്കിൽ അവൾക്ക് ഒരു പണി കൊടുക്കണം. ബൈ ബൈ പ്രിയ. എന്താ മോളെ എത്ര താമസിച്ച്? വണ്ടി ഓടിക്കാൻ ലൈസൻസും കൊടുത്ത് കുറെ കഴുതകൾ നമ്മുടെ നാട്ടിൽ ഇറക്കി വിട്ടിട്ടുണ്ടല്ലോ. ഓ, അപ്പൊ ലൈസൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്താ പ്രശ്നമായോ? നീയൊക്കെ വണ്ടിയുടെ മുമ്പിൽ കിടന്ന് സർക്കസ് കാണിച്ചാ ചെയ്യേണ്ടത് എന്താണെന്ന് എനിക്ക് അറിയാൻ വയ്യെന്നിട്ടല്ല. ഇതൊരു ഡീസന്റ് സ്ഥലമാണ്, ഇവിടെ കിടന്ന് കച്ചറ കാണിച്ചാലുണ്ടല്ലോ. ഇതാരാണെന്നറിയോ? എന്റെ മോളാ. ആണോ ചേച്ചി? അതെ, എന്താണ് സംശയം? എനിക്ക് സംശയമൊന്നുമില്ല. ചേച്ചിക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ഒരുപാട് വൃത്തിയോട് പറഞ്ഞിട്ടുണ്ടല്ലോ. സംശയമുണ്ടോ? അപ്പൊ ആർക്കും സംശയമില്ല. ഒരു വന്യജീവി വണ്ടിയിൽ ഇരിക്കുന്ന കണ്ടപ്പോ അത് ചേച്ചിയുടെ മോളാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ അങ്ങോട്ട് തൂക്കിയെടുത്ത് മാറോട് ചേർത്ത് പിടിച്ചു. അല്ലെങ്കിൽ വേണ്ട, ഒക്കത്തിരുത്ത് ഞാൻ ഇനി കൊണ്ടുവരത്തില്ലായിരുന്നു. എന്റെ അപ്പോ ഈ പെണ്ണിന് എന്നോട് ഇഷ്ടമാണെന്ന് പ്രേമിച്ചോട്ടെ എന്ന് ഇംഗ്ലീഷ് ചോദിക്കും. എന്നത് മലയാളത്തിൽ പറഞ്ഞ പോലെ. ഞാനിപ്പോ എന്താ മറുപടി പറയേണ്ടത്? ഓക്കെ, ഇത് ശരിയാവില്ല, ശരിയാവില്ല. ഇത് ചെങ്കൽ വർഗ, നമ്മുടെ ആ ജന്മ ശത്രുക്കൾ. ആ ഓർമ്മ വേണം. നീ രണ്ടു വാക്ക് പറയുമ്പോ കൈയടിക്കാനും മറ്റവള് പറയുമ്പോ കൂവാനും ഞാൻ ആളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്.